റോമിലെ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച ഇരട്ട സഹോദരന്മാരായിരുന്നു വിശുദ്ധ മാർക്കസും വിശുദ്ധ മാർസല്യാസും. തങ്ങളുടെ യുവത്വത്തിൽ തന്നെ വിശുദ്ധർ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. അധികം താമസിയാതെ രണ്ടുപേരും വിവാഹിതരായി. 284 ഡയോക്ലീഷ്യൻ അധികാരത്തിലേറിയപ്പോൾ അവിശ്വാസികൾ മതപീഡനം അഴിച്ചുവിട്ടു. ഇതേ തുടർന്ന് മതമർദ്ദകർ വിശുദ്ധരായ ഇരട്ട സഹോദരന്മാരെ പിടികൂടി തടവിലിടുകയും ശിരച്ഛേദം ചെയ്ത് കൊല്ലുവാൻ വിധിക്കുകയും ചെയ്തു. എന്നാൽ അവരുടെ വിധി നടപ്പാക്കുന്നതിന് മുൻപ് 30 ദിവസത്തെ കാലാവധി നേടിയെടുക്കുവാൻ വിശുദ്ധന്മാരുടെ സുഹൃത്തുക്കൾക്ക് കഴിഞ്ഞു. ഈ കാലാവധിക്കുള്ളിൽ അവർ വിജാതീയരുടെ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കുവാൻ സമ്മതിക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു അത്. വിശുദ്ധരുടെ മാതാപിതാക്കൾ അതീവ ദുഃഖത്താൽ തീരുമാനം മാറ്റുവാൻ വിശുദ്ധരോട് കണ്ണുനീരോടുകൂടി കെഞ്ചി അപേക്ഷിച്ചു. എന്നാൽ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന വിശുദ്ധ സെബാസ്റ്റ്യൻ ഉടനടി തന്നെ റോമിലെത്തുകയും ദിവസവും വിശുദ്ധരുടെ മാതാപിതാക്കളെ സന്ദർശിക്കുകയും അവർക്ക് ധൈര്യം പകർന്നു നൽകുകയും ചെയ്തു. ഈ കൂടിക്കാഴ്ചകളുടെ ഫലമായി വിശുദ്ധരുടെ പിതാവും മാതാവും ഭാര്യമാരും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. രാജകൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന ഒരു ക്രിസ്ത്യാനി വിശുദ്ധരെ രാജകൊട്ടാരത്തിലെ തന്റെ മുറിയിൽ ഒളിവിൽ പാർപ്പിച്ചു. എന്നാൽ ഒരു വഞ്ചകൻ ഇക്കാര്യം ഒറ്റക്കൊടുത്തതിന്റെ ഫലമായി വിശുദ്ധരെ പിടികൂടി വീണ്ടും തടവിലാക്കുകയും ചെയ്തു. വിശുദ്ധരെ തൂണുകളിൽ ബന്ധനസ്ഥരാക്കി കാലുകൾ തൂണുമായി ചേർത്ത് ആണിയടിക്കുവാൻ ക്രോമാറ്റിയോസിന്റെ പിൻഗാമി ഉത്തരവിട്ടു. ഒരു രാത്രിയും പകലും വിശുദ്ധന്മാർ ഈ നിലയിൽ കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം വിശുദ്ധരെ അവർ കുന്തം കൊണ്ടുള്ള ക്രൂരമർദ്ദനങ്ങൾക്ക് വിധേയരാക്കി. 286 വിശുദ്ധർ രക്തസാക്ഷിത്വം വരിച്ചത്.